സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പ്രചോദേട്ട ആൻഡ് ബിജുക്കുട്ടണ്ണ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം സ്കിറ്റ് റെഡിയാണ്. കുട്ടിച്ചേട്ടനുണ്ട്, മായുണ്ട്, കൂടെ അനീഷ് പാപ്പല. ഒരു നല്ല കൈഡിയും തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും വേലയും പൂരവും കൊടിയേറും കാവിൽ വെളിച്ചപ്പാടുറയണ വള്ളുവനാട്. എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടൊരു ലൈവ് പോവാം. ഹലോ, ഹായ്, നമസ്കാരം. ഇണക്കുരുവികൾ എന്ന എൻ്റെ മോട്ടിവേഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒത്തിരി ലൈവ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഓരോ മെസ്സേജ് ആയിട്ട് വായിക്കാം. മുത്തു കോർക്കാൻ നൂല് തരുമോ? തരാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി സാബു ആണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത് ഇന്നലെ? സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്നല്ലേ പറഞ്ഞു നിർത്തിയേ? അതിനർത്ഥം ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും നല്ല പൊരുത്തത്തോടെ പോകണം അല്ലേ? ദേ വേറൊരു മെസ്സേജ്. എണീറ്റ് പോടി. ഏതോ ഭക്തനാന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഭാര്യമാരോടാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൺതടങ്ങളിൽ എത്ര കറുപ്പുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ചുംബിച്ചിട്ടുണ്ടോ? ചിന്തിക്കാനുള്ള സമയം താടി കാലമാട. അത് ഞാൻ ചിന്തിക്കാൻ മറന്നുപോയി കേട്ടോ. വേറെ മെസ്സേജ് വായിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് അടച്ചു വെക്കുന്നതാ. ഹലോ 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 ഹലോ. ഞാൻ പെട്ടെന്ന് ഇതിന്റെ ഉള്ളുന്നാന്ന് വിചാരിച്ചു. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂട്ടോ. ഞാൻ ഇരുന്നല്ലോ. അല്ല, സാധാരണ ഞങ്ങളിവിടെ വരുമ്പോ ഞാൻ പറയും ഇരിക്കൂന്ന്. സാർ അതിനു മുമ്പേ ചാടി കയറി അങ്ങ് ഇരുന്നു. പിന്നെ ഇരിക്കൂട്ടോന്ന് എനിക്ക് പറയാതിരിക്കാനും വയ്യ. ശീലായി പോയേ. ഇരിക്കൂട്ടോ. എന്താ പ്രശ്നം? ചായ കുടിച്ചോ? അതാണ് എന്റെ പ്രശ്നം. ചായ കുടിക്കുന്നതോ? അതല്ല, ചായ കുടിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടി എനിക്കൊരു ഭാര്യയില്ല. അതാണ് എന്റെ പ്രശ്നം. ഞാൻ വേറൊരാളുടെ ഭാര്യയാണ്. അതല്ല, എന്റെ ഭാര്യ എന്നോട് ചായ കുടിക്കാൻ ചോദിക്കാറില്ല മേഡം. അവള് പിണങ്ങിപ്പോയി. ഈശ്വരാ, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് അനി. അനി. ഭാര്യയുടെ പേര്? വിനി. പേരിൽ തന്നെ എന്തൊരു പൊരുത്തം. പക്ഷേ വില്ലൻ അവനാ. ആര്? ഈഗോ. ഈ കഴിഞ്ഞിട്ടുള്ള ഗോ. അത് വലിയ കാര്യത്തിലുള്ള കാര്യം. അതിനാണല്ലോ എന്നെ പോലുള്ള മോട്ടിവേറ്റർ ഇവിടെ ഇരിക്കുന്നത്. സാബൂട്ടാ ചായ. ചായയുടെ റംബൂട്ടാൻ കഴിക്കാറില്ല. അയ്യോ, റംബൂട്ടാനല്ല, സാബൂട്ടൻ. സാബൂട്ടാ, ഉമ്മറത്തേക്ക് ഒരു ചായ. റെഡി. കുടിക്കൂ. ഞാൻ കുടിച്ചല്ലോ. സാധാരണ ഞാൻ കുടിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ വരുന്നവര് കുടിക്കുന്നത്. പക്ഷെ ഇതിപ്പോ ഞാൻ കുടിക്കൂ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ചാടി കയറി കുടിച്ചു. എന്നാലും എനിക്ക് കുടിക്കുമെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയാണ് കുടിക്കിട്ടോ. രണ്ടും കൂടെ ഒരച്ചിൽ വാർത്തതാണോ? ഞാനാണ് ഇദ്ദേഹത്തിന് വേണ്ട മോട്ടിവേഷൻ കൊടുത്തിട്ടുള്ളത്. അതൊരു വേലക്കാരായ അത്രയൊക്കെ ചെയ്യണം. അയ്യോ, വേലക്കാരനല്ല, ഇറ്റ്സ് മൈ ഹസ്ബൻഡ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള വേർതിരിവില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്, ഒരു ഗീവ് ആൻഡ് ടേക്ക്. എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് തുല്യതയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യാണെന്ന് വെക്കൂ. ഇദ്ദേഹം ഇവിടെ ഓഫീസിലിരുന്ന് മോട്ടിവേഷൻ കൊടുക്കും. നാളെ ഇദ്ദേഹം ഇവിടെ ഇരുന്ന് മോട്ടിവേഷൻ കൊടുത്തോണ്ടേയിരിക്കും. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യും. മനസ്സിലായോ? പക്ഷേ ഞായറാഴ്ച എന്നും പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ എന്നോട് ഇവള് പറയും, തുണി അലക്കണ്ട, അടുക്കളയിൽ കയറണ്ട, പിന്നെ ഈ വീട് മൊത്തം തുടച്ചു വൃത്തിയാക്കാൻ പറഞ്ഞു. എനിക്ക് വൃത്തിയുടെ കാര്യത്തിൽ ഞങ്ങള് ഭയങ്കര ഇതാണ്. ഇപ്പൊ എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു? അതെ, പുറത്തുനിന്ന് വരുന്നവർക്ക് തോന്നും ഞാനൊരു കിണയാണെന്ന്. പക്ഷേ അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ഇണകളാണല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? ഇണക്കുരുവികൾ. അയ്യോ, എന്താ നീ നോക്കുന്നേ? ഒരു മരം കൊത്തിക്കിളി അങ്ങോട്ട് പറന്നു പോയി. അയ്യോ, അതെ, ഇറ്റ്സ് മൈ ഹസ്ബൻഡ് കേട്ടോ. സത്യത്തിൽ അനിയുടെ പ്രശ്നം എന്താ? സത്യത്തിൽ ഞാനും ഭാര്യയായിട്ട് ഒന്നിച്ച് പോകുന്നില്ല. അതെന്താ? നിങ്ങൾ സ്കൂട്ടറിലും അവര് കാറിലും ആണോ പോണേ? ഇങ്ങനെ ഉണ്ടാക്കിയ ചോദ്യങ്ങൾ ചോദിക്കല്ലേ കുട്ടാ. അതാണോ അവര് ഉദ്ദേശിച്ചത്? അവര് തമ്മിൽ ഒന്നിച്ച് പോകുന്നില്ല എന്ന്.
അതായത് ഞങ്ങൾ തമ്മിലൊരു സ്വരച്ചേർച്ച ഇല്ല. ആ അതെന്താന്നറിയാമോ? ശൈലി മാറ്റണം. ഈ സ്റ്റൈൽ എന്നത് കുഴപ്പം? അയ്യോ സ്റ്റൈലല്ല, ശൈലി. ഓ ശൈലി. ജീവിത ശൈലി മാറ്റണം. അതെ, എന്ന് വെച്ചാൽ ഈ ജീവിത ശൈലി രോഗങ്ങളില്ലേ, അത് മാറ്റണം. സാബൂട്ടാ വളിച്ച തമാശകൾ പറയല്ലേ കുട്ടാ. ഞാൻ ആവർത്തിക്കുന്നില്ല. അതാണോ ഞാൻ ഉദ്ദേശിച്ചത്? എന്താണ്? ജീവിത ശൈലി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അനി രാവിലെ എഴുന്നേറ്റാൽ ആദ്യം എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് ആദ്യം ഞാൻ ഇങ്ങനെ കണ്ണ് തിരുമും. ശരി, കണ്ണ് തിരുമിട്ട് എന്ത് ചെയ്യും? അത് കഴിഞ്ഞാൽ കട്ടിലടി എന്റെ മുണ്ട് തപ്പിയെടുക്കും. ഓക്കേ, അത് കഴിഞ്ഞിട്ട് മുണ്ട് ഒടുക്കും. എന്നിട്ട് വാ കഴുകും. വാ മാത്രമല്ല, ദേഹം മൊത്തം കഴുകണം, അല്ലേ നാറ്. സാബൂട്ടാ അതാണോ ഉദ്ദേശിച്ചത്? സത്യം പറഞ്ഞ എന്താണ്? വാട്ട് ഈസ് യുവർ ജോബ്? എന്റെ ജോലിയോ? ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ കോമ്പയർ ചെയ്യാൻ പോകും. അയ്യോ, പ്രോഗ്രാമിനൊക്കെ ബോംബെറിയാൻ പോയ കോമ്പയറിംഗ് എന്ന് പറഞ്ഞാൽ അവതാരകൻ ടിവിയൊക്കെ ചെയ്തില്ലേ, ആങ്കറിങ്. ആ അതെ, അതിപ്പോ എല്ലാ ദിവസവും ഇല്ലല്ലോ. എല്ലാത്തൊന്നുമില്ല. ബാക്കിയുള്ള ദിവസം ബാക്കിയുള്ള ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കും. അയ്യോ അങ്ങനെ വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരുന്ന ഡിപ്രഷൻ അടിക്കും. വലിയ കൂടിയ സാധനം അടിക്കാനുള്ള പൈസ നമ്മളെ ഇല്ല. ഞാൻ ചെറിയ ചാത്ത സാധനമൊക്കെ അടിക്കും. അയ്യോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വിഷാദം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ വിഷാദ രോഗം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഭാര്യയെ എന്ത് വിളിക്കും? തനിച്ചിരിക്കുമ്പോ ഞാൻ അവളെ വിളിക്കത്തേ ഇല്ല. അതെന്താ? വന്നു കഴിഞ്ഞാ സ്വസ്ഥത കാണൂല. നമ്മൾ തനിച്ചിരിക്കണം എന്തിനാണ്? സ്വസ്ഥതയ്ക്ക് വേണ്ടിട്ട്. അപ്പൊ ഭാര്യ ആരെങ്കിലും വിളിക്കോ? അയ്യോ അത് ശരിയാണല്ലേ. അത് ശരിയാണോ? എന്തിനാ ചിരിക്കുന്നത്? അല്ല, ശരിയല്ല. ശരിയല്ല. നിങ്ങൾ ഭാര്യയെ എപ്പോഴെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? ചിന്തിക്ക്. ചിന്തിക്കുന്ന ഓ എന്റെ ഭാര്യയല്ലേ? എന്റെ ഭാര്യ അല്ലാതെ വേറെ ആരുടെങ്കിലും എന്റെ ഭാര്യയെ ചുംബിച്ച ഒരു ദിവസം. അന്നാണ് ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കി അവള് നാട്ടുകാരെ വിളിച്ചു കൂട്ടി പോലീസിനെ അറിയിച്ച് എന്നെ വിട്ടിറങ്ങി പോയത്. സാബൂട്ടാ സ്വന്തം ഭാര്യയെ ചുംബിച്ചാൽ ആരെങ്കിലും അങ്ങനെ പിണങ്ങി ഇറങ്ങുമോ? എന്നാ പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും പിണങ്ങണം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, സത്യമായിട്ടും ഞാൻ അവളെ ചുംബിച്ചപ്പോഴാണ് അവൾ എന്നെ വിട്ട് പിണങ്ങി പോയത്. അതെന്താണ് അല്ല, ചുംബിക്കാൻ എന്തായിരുന്നു? അതായത് എനിക്ക് കൊറോണ വന്നപ്പോഴാണ് ഇവക്ക് കൊറോണ ഇല്ല. അങ്ങനെ ഇപ്പൊ സൂക്കിനെ പറഞ്ഞ് പിടിച്ചു ഒറ്റ പോലീസിനെ ഇറച്ചി ഹെൽത്തി നാളൊന്നും ആകെ വിഷയമായി. സ്നേഹമില്ല ഇവരുടെ മനസ്സിൽ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും സ്നേഹം വരണം. സ്നേഹം വരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹഗ് ചെയ്യണം. ഹഗ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ഓക്സിറ്റോക്സിൻ കൂടും, സകല പ്രശ്നങ്ങളും തീരും. ഉദാഹരണത്തിന് അനിയൻ എന്നെ ഒന്ന് ഹഗ് ചെയ്യൂ. വരൂ വരൂ, ഹഗ് ചെയ്യൂ. ചെയ്യൂ, ഹഗ് ചെയ്യൂ. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒരു ദിവസം 4 നേരം ഇങ്ങോട്ട് വരാൻ തോന്നുന്നു. അല്ലല്ല, എന്റെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനും പോയി. സത്യം, മൈൻഡ് ഫ്രീ ആയി മേഡം. മേഡത്തിന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. എത്ര പേര് മേഡത്തിന്റെ മോട്ടിവേഷൻ കണ്ട് ജീവിതം നന്നായിട്ട് പോയിട്ട്. ഇവിടെ ഒന്നുമല്ല, എവിടെ അമ്മയാ വലിയ വിഷം. മോട്ടിവേഷൻ മോട്ടിവേഷൻ എല്ലാം തരുന്നത് പിന്നെ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഇവളെ പഠിപ്പിച്ച് മോട്ടിവേറ്റർ ആക്കി മാറ്റിയത്. സത്യം പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് കിഡ്സ് പോലെ ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ഈ ചെറിയ കുട്ടികളുടെ കൂട്ടില്ലേ, എല്ലാം ഓപ്പൺ ആയി പറഞ്ഞ് ഒന്നും ഒളിച്ചു വെക്കാതെ അങ്ങനെ ആയിരിക്കണം. നോക്കൂ, എന്റെ സാബുവേട്ടനെ ഞാൻ അഴിച്ചു വിട്ടിരിക്കുക. അങ്ങനെയല്ല, ഒരു സ്പേസ്. ഞങ്ങൾ തമ്മിൽ സ്പേസ് ഇട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഞാനും ഇദ്ദേഹത്തെ പഠിപ്പിച്ച് മോട്ടിവേറ്റർ ആക്കിയില്ലേ. സത്യം പറയാമല്ലോ, ഇവളെ എനിക്ക് കിട്ടാറില്ല, വിളിച്ചാ കിട്ടാറില്ല. അത്രയ്ക്ക് തിരക്കാക്കി വിട്ടില്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 20. 20. അര കടന്ന് കളിച്ചതാ. അല്ല, സത്യമായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. കാരണം 20 വർഷങ്ങൾ ഞങ്ങൾക്ക് 20 ദിവസം പോലെയാ തോന്നുന്നത്. സത്യമായിട്ട് നമ്മൾ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കാറേ ഇല്ല. 20 ദിവസമല്ല ആയിട്ടുള്ളൂ, 1 വർഷമെങ്കിലും വേണ്ടേ വെഡിങ് ആനിവേഴ്സറി? ഞാനൊരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത് മേഡം, ശരിക്കും നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു?
ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ സാബേട്ടനായിട്ട്. എന്റെ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട്. എന്ത് മനോഹരമായ ദിനങ്ങളായിരുന്നു അതൊക്കെ. പാട്ടൊക്കെ പാടും സാബേട്ടൻ, നൃത്തം ചെയ്യും സാബേട്ടൻ. ഇത്രേ ഉള്ളൂ സാബേട്ടൻ. സത്യം പറയാനില്ല, ഇതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഇതാണ് വേണ്ടത്. അണപ്പാന്നോ? അണപ്പല്ല, നിങ്ങളെ ഈ ഒത്തൊരുമയുള്ള ഈ ജീവിതമാണ് എനിക്ക് സത്യമാണ് എനിക്ക് വേണ്ടത്. സത്യം, സീരിയസ്ലി. അതിനുവേണ്ടി ഇതുവരെ വരണം എന്നൊന്നുമില്ല. എന്റെ 40കളിലെ പ്രണയം വായിച്ചിട്ടുണ്ട്. 40-ലല്ല പ്രളയം, 2014 പ്രളയം. അയ്യോ, അതല്ല, എന്റെ 40കളിലെ പ്രണയം, ലവ് വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ല. വായിക്കണം. അത് വായിച്ചാൽ നിങ്ങൾ ഭാര്യയോട് കുറച്ചും കൂടി അടുക്കും. ഞാൻ ആ ബുക്ക് എടുത്ത് തരാവേ. മോനു, ആ ബക്കു നീ എവിടെയാടാ വെച്ചത്? ഇതൊരു കൊച്ചു പുസ്തകമാണല്ലോ. പക്ഷെ ഇതിനകത്ത് വലിയ വലിയ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ശരി, ഒരിക്കൽ ഭാര്യയെ കൂട്ടി വരണം കേട്ടോ. തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും വരും. ശരി, അപ്പൊ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ഓക്കേ. അല്ല, ഈ ഇവിടെ എന്തെങ്കിലും ഇവിടെ എന്തോന്ന്? അതല്ല, ഞാനാണോ ഈ ദക്ഷിണ എന്തെങ്കിലും, ദക്ഷിണേന്ത്യ സംഭാവന? ആരാ കല്യാണത്തിന്? അല്ല, ഈ ഫീസ് കൊടുക്കാം. അതല്ലേടാ പോങ്ങം കിഴങ്ങ ഞാൻ പറഞ്ഞു. ഞാൻ കൊടുക്കാം. മേഡം, ഇത് ഫീസ് അല്ല. അപ്പൊ കടമായിട്ട് തന്നതാണോ? അല്ലല്ല, ഇത് എന്റെ സന്തോഷത്തിന് വേണ്ടി ഇരിക്കട്ടെ. ഇത് നിങ്ങളുടെ സന്തോഷം, അപ്പൊ എന്റെ സന്തോഷം അതെനിക്ക് തന്നാ മതി. ശരിയാ. അല്ല, അപ്പൊ എന്റെ ഒരു സന്തോഷത്തിന് സന്തോഷം ഉണ്ടല്ലേ? അപ്പൊ ഇതാ, അപ്പൊ ശരിയല്ല പറഞ്ഞോല. ഭാര്യയും കൊണ്ട് വരണേ. അയ്യോ സാബൂട്ടാ, എന്തേ പൊന്നെ, നീ എന്നാടാ എന്നെ മോട്ടിവേഷൻ ചെയ്തത്? നീ എന്നാ എന്നെ മോട്ടിവേഷൻ ചെയ്തത്? എടി, നീ മോട്ടിവേഷൻ ക്ലാസ്സിന് പോണോന്ന് പറഞ്ഞപ്പോഴേ നിനക്ക് വണ്ടിക്കൂലി തന്നെ ആരാണ്? എടോ, തന്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ട് ജോയിൻ ചെയ്ത്. എന്നിട്ട് അവിടുന്ന് ഞാൻ പ്രശസ്തിയായി കുറച്ചൊക്കെ കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ താൻ പിന്നെയും വന്നിരിക്കുന്നു. ആണുണ്ടോടോ തനിക്ക്? എടി, നിങ്ങൾക്കറിയാം, സത്യം പറഞ്ഞ ഓരോന്നും പറയിപ്പിക്കരുത്. മിണ്ടരുത് നിങ്ങൾ, മിണ്ടരുത്. നിങ്ങൾക്കറിയാം, ഇവർക്ക് വരുന്ന കോളുകളെല്ലാം ഞാൻ ആൾക്കാരെ കൊണ്ട് ഞാൻ എന്റെ കള്ളത്തൊട്ടെ കൊണ്ട് വിളിപ്പിക്കുന്ന ശരിക്കും സത്യം. ഇതാണ് നടക്കുന്ന സത്യം. വേറൊരു കാര്യം നിങ്ങൾക്കറിയാവോ? കഴിഞ്ഞ 19 വർഷമായി എന്നെ കെട്ടിക്കൊണ്ടു വന്നിട്ട്. സത്യം, ഞാൻ കെട്ടിക്കൊണ്ടു വന്നെന്നു ഞാൻ വിഷമം കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ നെഞ്ചു പൊട്ടി പോകുന്നോണ്ട് പറയാണ്. എന്റെ പുറജോത് കൂട്ടാ, ഞാൻ കള്ളം പറയുന്നതല്ല. എന്നെ കെട്ടിക്കൊണ്ടുവന്നു ആദ്യ രാത്രിയില് ഞാൻ പാലും കൊണ്ടകത്തൊരു കയറി ചെന്നപ്പോണ്ട് അവള് കാലുമേ കാലും കെട്ടിയിരിക്കുക. അത് പോട്ടെ, ഞാൻ മിണ്ടിയില്ല. ഇന്നേ അവർ അന്ന് ഒരു ദിവസമല്ലാതെ എന്റെ പുറജോത് കൂട്ടാ സത്യം. എന്റെ അമ്മച്ചിയാണ് സത്യം, ഞാൻ തള്ളം പറയത്തില്ല. അതിനകത്ത് ഇത് പൂട്ടിയിട്ടേക്കുന്നുണ്ടോ? അന്ന് കയറിയതാ. എന്നിട്ട് ഇവിടെ പറയുന്നത് എനിക്ക് സ്പേസ് തരുന്നുണ്ട്. എടോ, തനിക്ക് ഞാൻ അടുക്കളയിൽ സ്പേസ് തന്നില്ലടോ. ഞാൻ അത് തന്നെ തനിക്കുള്ള സ്പേസ്. പിന്നെ ഹഗ് ചെയ്താ തനിക്ക് ഹഗ് ചെയ്യണോ? അത്ര വലിയ കുഴപ്പം. ഹഗ് ചെയ്യാൻ പാടില്ല. എന്റെ യൂട്യൂബേഴ്സിനെ ഞാൻ ഹഗ് ചെയ്യാൻ പാടില്ലെന്ന്. എന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഹഗ് ചെയ്ത് എന്താ കുഴപ്പം? ആണുങ്ങളെ നീ ഇങ്ങനെ കെട്ടിപ്പിടിച്ചല്ലോ. നിങ്ങൾ തോന്നിവാസം പറയരുത്. ഞാൻ അനിയ എന്ന് പറഞ്ഞിട്ടാ ഹഗ് ചെയ്തത്. അവന്റെ പേരെന്തുവാ? അനി. അനി. അപ്പൊ അനിയാന്നല്ല, ഹനി. അവനാണെങ്കിൽ പോവത്തല്ലോ. നിന്ന് ഞാൻ ചെരിപ്പൂരി ആണത്തോണ്ട കയറിയടി. ഞാനേ കുളിച്ചിട്ട് വരുമായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ. അനിയൻ എപ്പോ ഒന്ന് ചേച്ചിയുടെ 3ാമത്തെ തെറിക്ക് എത്തി ഇവിടെ. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? ശരിക്കും എല്ലാം മക്കളെ, എവളെന്നെ വിളിട്ട് എല്ലാരും ഉപദേശിക്കുന്നില്ല. നിങ്ങളല്ലേ പറഞ്ഞ ഹഗ് ചെയ്താ എല്ലാം ശരിയാവും? അയ്യ, ഹഗ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. ഇതിനെ ഹഗ് ചെയ്യണേക്കാൾ നല്ലത് മുള്ളുമുറിക്ക ചെന്ന് കെട്ടിപ്പിടിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലേ പറഞ്ഞ ഭാര്യ ചുംബിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പോകുന്നു? എവളെയോ ചുംബിക്കാനോ? തനിക്ക് എന്ത് യോഗ്യത ഉണ്ടോ എന്നെ ചുംബിക്കാൻ? ഇത്രയും സുന്ദരിയായ എന്നെ ചുംബിക്കാൻ അയാൾക്ക് എന്ത് യോഗ്യത ഉണ്ടോ? ഇയാൾ വന്നപ്പോ തന്നെ ചോദിച്ചതുണ്ടോ വേലക്കാരനാണോ? ആ യോഗ്യത ഉള്ളൂ തനിക്ക്. പിന്നെ ഞാൻ എന്തോ എന്റെ അമ്മ വിഷമാണെന്ന് പറഞ്ഞു ഇയാളെ. എന്റെ അമ്മ
വിഷമാണത്രേ. അല്ല നിങ്ങളെ ഈ ചാനലിന്റെ പേരെന്താണ്? ഇണക്കുരുവികൾ. ആ പേരങ്ങ് മാറ്റണം. എന്നിട്ട് പോര് കോഴി ഇടണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇയാളെ എന്തോ വേണമെന്ന് പറ. എവളുടെ അമ്മയും എവളുടെ അച്ഛനും വിഷമായിട്ടല്ലേ ഇതുപോലൊരു വിഷത്തെ എന്റെ തലയെ കെട്ടി വെച്ചത്. ഞാൻ വിഷാണോടോ? വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോ കടന്ന് തുള്ളു. കത്ത് 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 കൊട്ടാ മിക്കാറും ചരിഞ്ഞങ്ങ് വീഴും. തീർന്നു. ചേട്ടാ ചേട്ടാ ആശുപത്രി പോണേ ചേട്ടാ. ചേട്ടാ ഞാൻ നീ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ചോദിച്ചില്ലേ രാവിലെ ഉണർന്നു കഴിഞ്ഞാ എന്ത് ചെയ്യുമെന്ന്? അതെ അപ്പൊ നീ എന്താ പറഞ്ഞേ? കണ്ണ് തിരുമോന്ന് പറഞ്ഞു. കണ്ണ് തിരുമല്ല ചെയ്യേണ്ടത്. പിന്നെ? രാവിലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ എടുത്ത് ഫിറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ കുടുംബത്ത് തട്ടിയും മുട്ടിയും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയ തരക്കേടില്ലാതെ കേടുപാടില്ലാതെ അങ്ങ് പോകും. ഇത് നിങ്ങളെല്ലാരും ഉപദേശിച്ചിട്ട് നിങ്ങളാണല്ലോ തമ്മിൽ അടി. ഉപദേശിക്കാൻ ആർക്കും കഴിയുന്നേ, അത് നടപ്പിലാക്കാനാണ് വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മള് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ ശാന്തം, സുഖം, ശുഭം. ഒരു ഉഗ്രം കൈഡിയാവാം. ചരിത്രരേഖകളിൽ ഇന്നത്തെ ഈ ദിവസവും ഈ സ്കിറ്റും ഇതിലെ ആ ബുദ്ധിപൂർവമായ ഐഡിയയും തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടും. ഒരുപാട് വർഷക്കാലം ഭർത്താക്കന്മാർ അനുഭവിച്ചിട്ടിരിക്കുന്ന വേദനയ്ക്ക് പരിഹാരം. ഇതിന് ഇങ്ങനെയും ചില ഉപയോഗങ്ങളുണ്ടല്ലോ. അനുഭവത്തിന്റെ ഏടുകളിൽ നിന്ന് ചീന്തിയെടുത്ത് ഈ സ്കിറ്റ് മണിക്കുട്ട മായേ അനീഷേ ഗംഭീര സ്കിറ്റ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇത്രയും മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരു സ്കിറ്റ് ഒരു രക്ഷയില്ല അത്. കാരണം ഈ 3 പേരെയും സമ്മതിക്കട്ടെ, മായയൊക്കെ ആ ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ട് പിന്നെ മാറിയിട്ടേ ഇല്ല കേട്ടോ. അത് തന്നെ, അത് കറക്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ റീസെന്റ് കണ്ടുവരുന്ന കുറച്ച് പേര് പറയാൻ പറ്റില്ല നമുക്ക്, അല്ലേ? പേര് പറയാനല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് മോട്ടിവേഷൻ ആയാലോ. എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആണെന്ന് തോന്നുന്നു. അത് ഭയങ്കര, അത് എനിക്ക് തോന്നുന്നു മായനെ എഴുന്നേറ്റ്. അയ്യോ, ഇതാരാ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടത്? അതെ, ഒരു സ്ഥലത്ത് പോലും മായയായിട്ട് നമ്മൾ കണ്ടില്ല. ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ മോട്ടിവേറ്റർമാർ കണ്ടിട്ടുണ്ട്, ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും. പക്ഷേ നമ്മൾക്ക് തോന്നിയത് ഒരു പുതിയൊരു മോട്ടിവേഷൻ. സത്യമായിട്ടും അങ്ങനെ തന്നെ തോന്നുന്നു. ആ സ്പെക്സ് വെച്ചിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ, അത് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതികൾ എങ്ങനെ വന്നാലും ഇതിൻ്റെ ക്ലൈമാക്സ് പ്രഡിക്റ്റബിൾ ആണ്. കാരണം നമുക്കറിയാം നിങ്ങൾ അടിച്ചു പിരിയും. ഈ അടിച്ച് പിരിയണത് തന്നെ ഉഗ്ര സാധനം വരുന്നത്. കാരണം സാധാരണ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ അടിച്ചു പിരിയുമ്പോൾ അവർ തല്ലി പിടിച്ച് ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ച് അത് തന്നെ ഭയങ്കര ലെങ്തി ആയിരുന്നു. ആ ലെങ്തിക്കനുസരിച്ച് ചിരിക്കാനുണ്ടായിരുന്നു അതിനകത്ത്. മണിക്കുട്ട ഗംഭീരമായിരുന്നു കേട്ടോ. ശരിക്കും ഇത് നിങ്ങൾക്ക് ഉണ്ടായ ഒരു സംഭവമാണ്. നമുക്ക് അങ്ങനെ തോന്നുന്നത്. കൃത്യമായിട്ട് അല്ലേ, പ്രശ്നവും പരിഹാരവും രണ്ടും ഉണ്ട്. അത് തന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു വമ്പർ ഹിറ്റ് സാധനം ഉണ്ടാ. ബാക്കി ഇവര് പറയോട്ടാ. ഓൾ ദ വെരി ബെസ്റ്റ്. മണിക്കുട്ട, ത്രെഡ് ആരാണ് ഇതിന്റെ? ഇതാരാണ് ഇതിന്റെ ഐഡിയ? മായയുടെ കല്യാണം കഴിഞ്ഞതല്ലോ അല്ലേ? അപ്പൊ എന്തായാലും ആ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ഇതൊരെണ്ണം സേഫ്റ്റിക്ക് വാങ്ങിച്ചു. പയ്യനല്ല, ഇനി മുതുക്കായിരിക്കും മിക്കവാറും. അപ്പൊ എന്തായാലും ഒന്നാണ്. എന്തായാലും നിങ്ങളുടെ ആ സ്ക്രിപ്റ്റ് വർക്ക് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരും അല്ല, അനീഷാണോടാ. അത് രാവിലെ കണ്ണു തിരുമ്പി എഴുന്നേറ്റപ്പോ മനസ്സിലായത്. ഞങ്ങള് 3 പേരും കൂടെ അറിയാമല്ലോ, ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. കാര്യം നിങ്ങളുടെ ആദ്യ തൊട്ട് അവസാനത്തെ വഴക്ക് വരെയുള്ള കളി ഒറ്റ ശൈലിയിൽ ഇങ്ങനെ പോവുകയാണ്. അതായത് ഒരു പിച്ചിൽ ഇങ്ങനെ ആ സാധനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻഡിൽ വന്നപ്പോഴാണ് ഈ പടക്കം പൊട്ടിയിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒരു പൊട്ടലുണ്ടല്ലോ. ആ പൊട്ടലാണ് നിങ്ങൾ തമ്മിലുള്ള ക്രാഷും പുള്ളി കയറി വന്നിട്ട് ആ ഉള്ള നോട്ടവും ആ നിപ്പും എല്ലാം കൂടെ ഒരു മാലപ്പടക്കം ഇങ്ങനെ പൊട്ടി വന്നേച്ച് ലാസ്റ്റ് എല്ലാം കൂടെ അടിച്ച് കളിക്കുക ഒരൊറ്റ പൊട്ടിയിൽ. അതായിരുന്നു നിങ്ങൾ ചെയ്തത് ഇവിടെ. അനീഷ് പാപ്പാൻ അത് ഗംഭീരമായിരുന്നു കേട്ടോ.
നീ വന്ന് കുറെ സാധനങ്ങൾ പറഞ്ഞുള്ളെങ്കിൽ ഇടയ്ക്കുള്ള ആ കൗണ്ടറുകളെല്ലാം ഒന്നിനൊന്നിന് മെച്ചമായ കൗണ്ടറുകളായിരുന്നു. അത്ര സ്ലോവിൽ ഈ സാധനം കൊണ്ടുപോയി. അനീഷും ആ ഒരു റേഞ്ചിലാണ് കളിച്ചത്. ഞങ്ങൾ ആദ്യത്തെ കളിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഒരു കളി, ഒരു ശൈലിയില്ലേ, ആ ശൈലി തന്നെ അനീഷും പിടിച്ചു. അങ്ങനെ പിടിച്ചിട്ടാണ് ലാസ്റ്റ് പൊട്ടിത്തെറിക്കുമ്പോഴാണ് ഈ പുള്ളി വന്നിട്ട് ഒരു നോട്ടമുണ്ട്. അവ അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. എന്തായാലും വെരി ഗുഡ്. ഇങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് തപ്പിയെടുത്ത് കൊണ്ടുവരിക, അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു പ്രജോദേട്ടാ. ഈ അടുത്ത കാലത്ത് ഇത്രയും ചിരിപ്പിച്ചൊരു സ്കിറ്റില്ല. ഈ അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ അത് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം മായ പറഞ്ഞിടത്തു ഞാൻ തുടങ്ങാം. പ്രധാനമായിട്ട് പറയും, നമ്മൾ ഹഗ് ചെയ്യാൻ നമുക്ക് സന്തോഷം കിട്ടും, ഡിപ്രഷൻ മാറും, നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറും. നിങ്ങളെ 3 പേരും ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടൊന്ന് ഹഗ് ചെയ്യാം കേട്ടോ, ഈ സ്കിറ്റ് കണ്ടിട്ട്. കാര്യം എടുത്തു പറയാം, നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് വളരെ സൈലൻ്റ് ആയിട്ടൊരു സ്കിറ്റ് അവിടെ കളിപ്പിച്ച് ആൾക്കാരെ വയലൻ്റ് ആയിട്ട് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ 3 പേരുടെയും കഴിവ്. അതിനുശേഷം ഈ നമ്മുടെ അവരെ അനുകരിച്ചില്ല ബാബുസ്വാമിയെ പറയുന്ന നമ്മുടെ അതെന്ത് ഉഗ്രൻ ടോണായിരുന്നു കേട്ടോ, പെർഫെക്റ്റ് ടോണായിരുന്നു. കാര്യം അതൊരിക്കലും നമുക്ക് മറന്നു പോകത്തില്ല എന്നുള്ളതാണ്. കറക്റ്റ് ടോൺ പിടിച്ച് എല്ലാ വേരിയേഷൻസും ഭയങ്കര രസമായിരുന്നു. മണിക്കുട്ടൻ പിന്നൊരു കൊണ്ടുപോയിട്ട് നിങ്ങൾ തമ്മിലുള്ള ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വയലന്റ് ആയ ഒരു പരിപാടികളൊക്കെ സത്യം ഇത് മണിക്കുട്ടൻ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ മണിക്കുട്ടൻ വീട്ടിൽ അനുഭവിക്കുന്നു എന്നേ നമുക്ക് സത്യമായിട്ടും. കാര്യം ഇങ്ങോട്ട് നോക്കിയാൽ പറഞ്ഞില്ലേ, വെറുതെ പറഞ്ഞ മണിക്കുട്ടൻ ഞാൻ മണിക്കുട്ടൻ ഇങ്ങോട്ട് നോക്കി പറഞ്ഞപ്പോ ഇത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അനുഭവിച്ചവനിൽ നിന്നേ വരുള്ളൂ. ഇത് നിസ്സംശയം പറയാം. എന്തിനാ കരയുന്നത്? നീ എന്തിനു കരയുന്നത്? ഭർത്താക്കന്മാർക്ക് വേണ്ടിട്ട് ഞാൻ പിന്നെ എനിക്ക് കേൾക്കാം തങ്കത്തടിച്ച് നിലവിളിക്കുന്ന വിളി തിരിച്ചോണ്ടിരിക്കുവാന്നേ ഉള്ളൂ. ഒരു രക്ഷയില്ല കേട്ടോ. കാര്യം എന്താ പറയുക, അത്ര വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു. സത്യം പറയാം, ഈ മണിക്കൂർ ലാസ്റ്റ് കാണിച്ച ഐറ്റം ഇല്ലേ, ലാസ്റ്റ് കാണിച്ചൊരു ഐറ്റം അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല, അതൊരു ബ്രാൻഡായിട്ട് ഇവിടെ ഇറങ്ങും. അതിന്റെ പേര് ഇത് ഐറ്റം വേറെ ആയിരിക്കും. അങ്ങനെ ഇടാൻ പറ്റില്ല, അല്ലാതെ മണിക്കൂട്ടൻ ഇടാൻ പറ്റില്ല. മണിക്കൂട്ടൻ പറ്റില്ല, കാര്യം ഇത് ഐറ്റം വേറെ അല്ലേ. അല്ല, ഈ ഫ്ലോറിൽ ഇത്രയും കാലത്തിനുള്ളിൽ നീ അടിച്ച ഈ കൗണ്ടർ അത് അനീഷിന് കത്തിയത്, അനീഷിന് പെട്ടെന്ന് കത്തിയത്. അനീഷ നോക്കിയതാ. ഞാനിത് 100 പ്രാവശ്യമായിട്ട് പറഞ്ഞു നമുക്കിത് വേണ്ട. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ആർക്കൊക്കെ ഓർഡർ ചെയ്യണം, ആർക്കൊക്കെ വേണം? നാട്ടിലെ കോമഡിക്കാർ അവിടെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ രജിസ്ട്രേഷൻ ഇവിടെ നമ്പറിൽ. അപ്പം ഈ ഇന്നോവേറ്റീവ് ഐഡിയക്ക് കൂടെ അല്ല, എല്ലാവർക്കും പേഴ്സണലി അവരവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണ്, അതിനൂടെ ചേർത്ത് മാർക്ക് കൊടുക്കും. തീർച്ചയായിട്ടും. ഓഹോ, ഓരോ മാർക്കും ഞാൻ കൊടുക്കാം. കൊടുക്കണം 21,000 രൂപ. അപ്പൊ അത്രയും വിഷമമുണ്ട്. അടുത്ത ആര്? ഞാനൊരു 20,000 രൂപ. ഇച്ചിരി കുറവാ, 41,000 രൂപ. ഇപ്പൊ അറിയാം മിണ്ടാതിരുന്ന ഈ മനുഷ്യൻ എന്തോരം അനുഭവിക്കുന്നുണ്ടോ. എന്റെ വിഷമം ഇപ്പൊ കണ്ടോ, പറഞ്ഞു തീർക്കില്ല, പ്രവർത്തിച്ചു ടോട്ടൽ നമ്മളോട് ആരോടും പറയാതെ വിങ്ങി പൊട്ടുകായിരുന്നു ആ മനുഷ്യൻ. ഇവന് ഇത്രയും ദുഃഖം ഉണ്ടായിരുന്ന. അല്ല, ഒരു സ്പെഷ്യൽ താങ്ക്സ് ഓഡിയൻസിനോട്. ഒരു മാഡം പറഞ്ഞിരുന്നു 1 കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയെ. അപ്പൊ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ. എത്ര എണ്ണം കിട്ടിയില്ലേ മണിക്കൂട്ടണ്ണന്? ഒന്ന് ചോദിച്ചോ, എന്തോരം കിട്ടി? എന്താ ഒരെണ്ണം വേണോ? ഇവിടെ പറഞ്ഞാ മതി, ഇവിടെ പറഞ്ഞാ മതി. അണ്ണാ മാർക്കൊക്കെ തന്നല്ലോ. ഇനി മണിക്കൂട്ടണോ 80,000 രൂപയുടെ സന്തോഷം പറഞ്ഞു തുടങ്ങിയാട്ടെ. സന്തോഷം. ഈ കണ്ടന്റ് ഐഡിയ ആര് കൊണ്ടുവന്നു എവിടെ നിന്ന് ചോദിക്കുന്നില്ല, അത് ഉത്തരം കിട്ടി. ബാക്കി പറ. സന്തോഷം, വളരെ സന്തോഷം. നമ്മൾ എങ്ങനെ പ്രതീക്ഷിച്ചില്ല. എല്ലാവരുടെയും സഹായമുണ്ട്, പ്രത്യേകിച്ച് ഓഡിയൻസിന്റെ ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര. തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരോടും സന്തോഷം. സത്യം പറഞ്ഞാല് അല്ല, സത്യമായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേടി ഉണ്ടാവുമല്ലോ അങ്ങോട്ട് കിടക്കുമ്പോ. അപ്പൊ അവർക്കൊക്കെ കൈ കൊടുത്തപ്പോ എന്താ കൈ ഇങ്ങനെ തണുത്തിരിക്കണേന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ആദ്യത്തെ ഡയലോഗ് കഴിഞ്ഞ് ഓക്കെ ആവും. അപ്പൊ അവിടെ എല്ലാരും പറഞ്ഞു 1 കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഗോൾഡൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതല്ലേ ഏറ്റവും വലിയ, അവര് അംഗീകരിക്കുന്നതല്ലേ നമ്മൾ. തീർച്ചയായും ജഡ്ജസും ഓഡിയൻസും ഒക്കെ അംഗീകരിക്കുന്നതാണ് ഏറ്റവും വലിയ. ഭയങ്കര സന്തോഷം. എനിക്ക് ചെറുതായിട്ട് ഡിപ്രഷൻ ഉണ്ടോന്നൊരു പറ
ഇത്രേ ഉള്ളൂ. പറ. സകല ആണുങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സ്കിറ്റ്, സകല ആണുങ്ങൾക്കും വിട്, സകല ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള ഈ സ്കിറ്റ് ഇത്രയും നന്നായി ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ജഡ്ജസിന് താങ്ക്സ് പറയണം. അവരൊക്കെ ഇവര് ഈ ഓഡിയൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ചില ചിരിയില് നമ്മുടെ അടുത്തുനിന്ന് പറയുന്നവർ കേൾക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓഡിയൻസ് എല്ലാ സ്കിറ്റിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് രക്ഷപ്പെട്ടത്. താങ്ക്സ്. അപ്പം ഇതേപോലുള്ള നല്ല നല്ല ഐഡിയകളും അല്ലെ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങളും ഒക്കെ ആയിട്ട്, അതിൽ കൂടുതൽ ചിരികളും ഒക്കെ ആയിട്ട് അടുത്ത സ്കിറ്റും ഒക്കെ വായോ. 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ വാങ്ങിച്ചോണ്ട് പോവാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ സ്കിറ്റ് എല്ലാ ലോകമെമ്പാടുമുള്ള കടൽ കടന്നു പോകണം. നാളെ ഐറ്റന്മാരുടെ ഈ സ്കിറ്റ് മാത്രം US സബ് ടൈറ്റിലോട് കൂടി വരും. തീർച്ചയായിട്ടും. ദിസ് ഇസ് ഫോർ അസ് എന്നൊക്കെ എല്ലാ ഭർത്താക്കന്മാർക്കും വേണ്ടി നമ്മൾ ഈ സ്കിറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി ഈ സ്കിറ്റും ആ മെഷീനും നിങ്ങൾക്കുള്ളതാണ്. ഇതാ എടുത്തോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റെഡി ആയിട്ടിരിപ്പുണ്ട്. ദിബു ചേട്ടനുണ്ട്, ദീപ്തി ഉണ്ട്, കൂടെ സജീവും കൂടെ. ഒരു നല്ല കൈ. എന്തോ മോളെ, എന്ത് ചേട്ടാ? ചക്കരേ, എന്താണ് പൊന്നെ പറയടാ. നമ്മളെ ഈ നാട്ടുകാരൊക്കെ എന്ത് വലിയ കാര്യമാണെന്നറിയോ? എന്ത് സ്നേഹത്തോടെയാണ് അവര് നമ്മളെ നോക്കണേന്ന് അറിയോടി? എനിക്കറിയാം, നമ്മള് മാതൃകാ ദമ്പതികളാന്നാ നമ്മുടെ ഓഫീസിൽ എല്ലാരും പറയണത്. ആണോ? ചക്കരേ, എന്താണ് പൊന്നെ? പൊന്നോ, ഓ, ഞാൻ നിനക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ? അയ്യേ, ഈ ചേട്ടന് ഒരു നാണമില്ല. അപ്പൊ കിളവൻ പോയി. പിന്നെ ചേട്ടനെ എന്റെ ഭർത്താവായി കിട്ടിയത് എന്റെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ പുണ്യം. എങ്ങനെ? ചേട്ടനെ ഭർത്താവായി കിട്ടിയത് ഈ ജന്മത്തിലെ എന്റെ ഏറ്റവും വലിയ പുണ്യം. അയ്യടി, ആർക്ക് വേണം ഭാര്യ പോലും? ഭാര്യ എവിടെ നിന്ന് വന്നത്? ആരാണ് തന്റെ ഭാര്യ? എന്റെ ദൈവമേ, എന്റെ ഗതികേടെന്ന് പറഞ്ഞാൽ മതിയല്ല. ഗതികേട്? ഇത് നിന്റെ ഗതികേടല്ല, എന്റെ ഗതികേട്. ജീവ ചേട്ടാ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇവളും കൂടി ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വീട് വാടകയ്ക്ക് കിട്ടാനേ ഇല്ല, ഫാമിലിക്ക് വീട് കൊടുക്കത്തുള്ളൂ. അങ്ങനെ എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഇവളും ഭാര്യയും ഭർത്താവെന്നും പറഞ്ഞും കൊണ്ട് ഇവിടെ ഒരു വീടെടുത്തു. ആ കള്ളക്കളവനാണെങ്കിൽ 24 മണിക്കൂർ ഇങ്ങോട്ട് നോക്കിയിരിക്കുക. എന്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കെ. ഇത് എന്റെ ഗതികേടാണ്. തന്നെ ഭർത്താവായി എന്റെ കൂടെ കൊണ്ടുനടക്കണ എന്റെ ഏറ്റവും വലിയ ഗതികേട്. ഇങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു. എങ്ങോട്ട് പോവാൻ? എവള ഇന്ന് ഞാൻ ചക്കരേ, ചേട്ടാ പൊന്നോ, പൊന്നെ, ഞാൻ കെട്ടിപ്പിടിച്ച് ചക്കരയ്ക്ക് നെറ്റിയിലൊരു മുത്തം തരട്ടെ? ഇപ്പൊ വേണ്ട ചേട്ടാ, രാത്രി മതി. രാത്രിയിലോ? രാത്രി മതി. പോയി. രാത്രിയിൽ നിനക്ക് എന്ത് വേണം? പിന്നെ എനിക്ക് കൊതിയല്ലേ ഇതിന്റെ അങ്ങനെ പാടില്ല. ശരിയാക്കി തരാം. അല്ലേലും തന്നെ കുടിക്കണ വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്തു? മുഴുവൻ കള്ളത്തിനല്ലോ വിളിച്ചു. തന്റെ അച്ഛൻ എവിടെയെന്നാ പറഞ്ഞ? സ്റ്റേറ്റ്സിലാ നിന്നോട് കള്ളം പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ റബ്ബർ എസ്റ്റേറ്റ് എവിടെയോ സ്റ്റേറ്റ്. റബ്ബർ എസ്റ്റേറ്റ് തന്നെയാണ് എന്റെ അച്ഛന്റെ ജോലി. 300 മൂട് മരം വെട്ടും. അതിനിപ്പോ എന്താ കുഴപ്പം? അങ്ങനെ നോക്കുകയാണെങ്കിൽ നീ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു. എടി, അന്താരാഷ്ട്ര ബിസിനസ് മാഗ്നറ്റ് ആണ് നിന്റെ അച്ഛൻ. നീ പറഞ്ഞില്ലേ ഇന്റർനാഷണൽ ബിസിനസ് മാഗ്നറ്റ് ആണ് എന്റെ പപ്പ. എന്താ ഞാൻ കണ്ടടി എന്റെ അന്താരാഷ്ട്ര ബിസിനസ് മാഗ്നറ്റിനെ ഞാൻ കണ്ട്. കാട്ടാക്കട ബിവറേജിന്റെ ഫ്രണ്ടിൽ പുഴുങ്ങിയ ബിസിനസ് മാഗ്നറ്റ്. അതെ, എന്റെ അച്ഛൻ മുട്ട കച്ചവടക്കാരനാ. കണ്ടെങ്കിൽ കണക്കായി പോയി. എന്നോട് മിണ്ടണ്ട, പോടാ. അല്ലെങ്കിൽ തന്നെ ചക്കരേ, എന്റെ പൊന്നെ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലടി? ഏത് പടത്തിന് പോകും ചേട്ടാ? നിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി. ഇറങ്ങി പോടോ. വലിയ വർത്താനം പറയാൻ വന്നേക്കാം. നിന്റെ എനിക്ക് സഹകരിക്കാൻ താല്പര്യമില്ല. പോ. അത് തന്നെ പറഞ്ഞ നമ്മളല്ലെങ്കിൽ കീരിയും പാമ്പോ ചേരൂല. കേരയും പാമ്പ് വരുന്നെങ്കിൽ വല്ല ചാൻസും ഉണ്ടായിരുന്നു. അതും ഇല്ല. അതെ, കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? പൗതിക്കാശ് ഇടും. പൗതിക്കാശ് ഇടണം. പൗതിക്കാശ്? ഇത് കണ്ട പായും തലങ്ങണിയിട്ട് ഇവിടെ കിടക്കണേണ് ഞാൻ.
പകുതി കാശ് ഇവളകത്ത് AC-യും ഫാനും ഇട്ട് കിടക്കും. എന്നിട്ട് കാശ് ഞാൻ കൊടുക്കണമെന്ന്. എടി നീ അല്ലേടി മൊത്തം കറണ്ട് ഉപയോഗിക്കുന്നത്? ഞാൻ തരത്തില്ല. അതെ, പകുതി കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. കറണ്ട്, വെള്ളം എല്ലാത്തിന്റെ ഷെയർ ഇട്ടോളാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീട് എടുത്തത്. അന്ന് ഞാൻ എല്ലാം സമ്മതിച്ചിട്ട് ഇപ്പൊ പറ്റൂല. അത് ശരിയാ. വാടക ഷെയർ, കറണ്ട് ബില്ല് ഷെയർ, പിന്നെ നമ്മളെ വാട്ടർ അതോറിറ്റി അവിടുത്തെ ബില്ല് ഷെയർ. ഒരു പൈന്റ് മാറ്റാൻ ഷെയർ ഇല്ല. അല്ല ഇല്ല, ഞാൻ ഇതിന്റെ തരൂല. അല്ലെങ്കിൽ തന്നെ ഇയാളോട് മിണ്ടാൻ ആർക്കാണോ താല്പര്യം? എനിക്ക് ഇഷ്ടമല്ല ഇയാളോട്. എനിക്കും താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. പോ, മിണ്ടാൻ പറയണ്ട. പോ. പിന്നെ ആ ചായ എടുത്തൊന്ന് തരുമോ? ചായ എടുത്ത് കുടിയണോ? ചായ എടുത്ത് തരൂലേ? എനിക്ക് സൗകര്യമില്ല. വേണമെങ്കിൽ എടുത്ത് കുടിക്കാൻ ഞാൻ പറഞ്ഞല്ല. എനിക്കറിയാം ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്ത്? എന്റെ അടുത്ത് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. അയ്യേ, ഇഷ്ടപ്പെടാൻ പറ്റിയൊരു മുതല്. എനിക്ക് പിന്നെ എന്റെ ഭാര്യയായിട്ട് ഇവിടെ ഇങ്ങനെ കൂടാൻ വേണ്ടിട്ട് വരത്തില്ലല്ലോ. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. എനിക്ക് ഇയാളെ വെറുപ്പാണ്, വെറുപ്പ്. ആയിക്കോട്ടെ, വെറുത്തോട്ടെ. വെറുത്ത് 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 ഈ വെറുത്തിന്റെ അവസാനം ഈ ശർക്കര കുട്ടിയുടെ അടുത്ത് എനിക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ശർക്കര കുട്ടിയാ? അല്ല, ശേഖരക്കുട്ടി. എന്തൊക്കെ പറഞ്ഞു പോയേടോ. മക്കളെ ഒരു തരത്തില് സ്വസ്ഥത, സമാധാനതല്ല. എടി, നിന്റെ പിണക്കം ഞാനൊന്ന് മാറ്റിവടി. എന്ത് പിണക്കം മാറ്റുന്നു? ആടി, നിന്റെ പിണക്കം ഞാൻ ഇപ്പൊ മാറ്റി. പൂച്ചപ്പെണ്ണെ പുലിയാണോ ഞാൻ, നിന്നെ എലിയാക്കും ഞാൻ, കളിവില്ലൊന്നുണ്ടാക്കും ഞാൻ, കല്യാണി രാഗത്തിൽ തില്ലാന പാടുവാൻ കല്യാണം ചെയ്തിടും ഞാൻ, എല്ലോരും കില്ലാടി ഞാൻ. പൂച്ച പൂച്ച പൂച്ചപ്പെണ്ണെ പുലിയാണോ ഞാൻ, നിന്നെ എലിയാക്കും ഞാൻ, ഞാൻ ഒന്നും കണ്ടില്ല. കണ്ണ് ചെറുതായിട്ടൊന്ന് അടച്ചു. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേരെ കാര്യം ഒരു ഒളിവും പറയുന്നില്ല. എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ. ഇപ്പൊ വേണ്ട, പിന്നെ തന്നാ മതി. കപ്പ. കപ്പയല്ല, പപ്പ. എന്നെ പപ്പാന്നൊന്നും വിളിക്കരുത്. എന്നെ അങ്കിൾ എന്ന് വിളിക്കല്ലേ. എനിക്ക് അതിനുള്ള പ്രായമൊന്നുമില്ല. പിന്നെ എന്നെ കൈമളേട്ടാന്ന് വിളിച്ചാൽ മതി. കൈമളേട്ടാ? എന്റെ അടുത്ത് ആരടാ വിളിക്കാൻ അടുത്തല്ലേ വിളിക്കാൻ? കൈമളേട്ടൻ വാടക മേടിക്കാൻ വേണ്ടിയാണ് വന്നെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് തന്നേനെയല്ല. വാടക ആര് ചോദിച്ചു മോളെ? വാടക പിന്നെ തന്നാ, നിങ്ങൾ പിന്നെ തന്നാ പോരെ. സംഭവം എന്താണെന്നറിയാവോ? ഈ കുറച്ചു ദിവസം സുഖമല്ല കിടന്നു ഞാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ താമസം. എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ? കുഴപ്പമില്ല. ഇന്ന് നിനക്കാണെങ്കിൽ നാളെ എനിക്ക്, മറ്റന്നാൾ നിനക്ക് തന്നെ. എനിക്കാ? എല്ലാം കൂടെ എനിക്കാ. എനിക്ക് എല്ലാ അസുഖവും എനിക്കാ. എല്ലാ അസുഖം നോക്കിക്കൊണ്ടിരിക്കാതെ ചായ എന്തെങ്കിലും എടുത്തോണ്ട് കൊടുക്കും. എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്താ? നിങ്ങൾ ആവശ്യമില്ലാതെ ലൈറ്റും ഫാനും ഒന്നും ഇട്ട് കളയില്ല. ഇല്ല. ഇത് കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു കാര്യമാണ്. ഞാൻ വാടകയ്ക്ക് തന്ന വീടാണ്. എല്ലാത്തിനും കാരണക്കാരി ഇവളാ. ഇവള് രാത്രിയിൽ ബെഡ്റൂമിൽ ലൈറ്റ് ഇട്ടേ കിടന്നുറങ്ങുള്ളൂ. മോളെ, അത് അങ്ങനെ ഇടല്ലേ മോളെ. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കട. അത് വേറൊന്നും കൊണ്ടല്ല. ലൈറ്റ് ഓഫ് ചെയ്താലേ ചില പെരിച്ചാടിയൊക്കെ എന്റെ റൂമിൽ കേറി ഇങ്ങനെ ഓടും. പെരിച്ചാടിയൊക്കെ വന്നാ അടിച്ചു കൊന്നേരെ. കേസ് ഞാൻ പറഞ്ഞോളാം. എന്റെ വീട് അത് ഞാനിട്ട് ഇല്ലല്ല. ചായ എടുത്തോണ്ട് കൊടുക്കടി. വേണ്ടേ? ചായ വേണ്ടേ? എന്ന് എനിക്ക് വേണ്ട. നിനക്ക് നേരത്തെ ചായ എടുത്ത് തരാൻ പറഞ്ഞ മടിയല്ലേ ഇതാ. ചായ വേണ്ടേ? ചായ ഒന്നും വേണ്ട. അപ്പൊ പിന്നെ ഞാൻ കുടിക്കാം. വാടക തന്നില്ലായിരുന്നല്ലേ 2 മാസം? വാടക തന്നിട്ടില്ല. വാടക തന്നിട്ടില്ല. കയ്യിൽ കാശ് വെച്ചിട്ട് എന്താ കൊടുക്കാതിരിക്കണം? എന്താന്ന് 2000 രൂപ കയ്യിൽ കാശ് വെച്ചിട്ട് എപ്പോഴും ഞാൻ ഇല്ലെന്ന് പറയാൻ പറ്റൂല. അത് എന്നെ കൊണ്ട് കൊടുപ്പിച്ച മനസ്സല്ലേ. നിന്ന് ഇവിടെ നിന്ന് കറങ്ങാതെ എന്തെങ്കിലും ആഹാരം എടുത്തോണ്ട് കൊടുക്കടി. വീട്ടിലൊരു ഗസ്റ്റ് വന്നല്ലേ. ആഹാരവും കാര്യങ്ങളൊന്നും എടുക്കണ്ട. അതിനിപ്പോ മെനക്കെട്ട പരിപാടിയല്ലേ. ഒന്ന് നിങ്ങൾ പാചകം ചെയ്യണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം. അതൊക്കെ ഭയങ്കര പാടുള്ള ഏർപ്പാടാണ്. അതൊന്നും വേണ്ട. അല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡയറ്റിങ്ങില്ല, പ്രശ്നമില്ല. അതെന്തൊരു സംഭവമാണ്? ഇത് ഫുഡ് കുറച്ച് വയറൊക്കെ കുറക്കാൻ തന്നെ. അത് നല്ലതായിട്ട് എല്ലാം അങ്ങനെയാണ്. ഒരാഴ്ച വരെ ഡയറ്റ് ചെയ്യും. പിന്നെ ബാക്കി കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ തന്നെ. ഞാൻ ഗോതമ്പാ. പിന്നെ നമ്മള് അൽഫാം, കുബൂസ്, പൊരിച്ച കോഴി ഇതൊക്കെ വാങ്ങിക്കും. ഇതെല്ലാം കൂടെ കെട്ടിട്ടാണ് പറയണത് നീ ഡയറ്റിംഗ് എന്ന്. അല്ലല്ല, അങ്ങനെയല്ല. അത് ഇവിടെ ഞങ്ങൾ ഇന്നലെ പുതിയൊരു പട്ടി വാങ്ങിച്ചു. വീട്ടിന്റെ ബാക്കിൽ കെട്ടിയിട്ടേക്കുക. ഈ പൊരിച്ച കോഴി സാധനങ്ങളൊക്കെ പട്ടിക്ക് കൊടുക്കും. നമ്മൾ ഗോതമ്പും റാഗിപ്പുട്ട്. അപ്പൊ നേരെ എല്ലാം തിരിച്ചാണല്ലേ. പട്ടിക്ക് കൊടുക്കാനുള്ള ആഹാരം നിങ്ങൾ തിന്നെ ചെയ്യും, നിങ്ങൾ കഴിക്കാനുള്ള പട്ടിക്ക് കൊടുക്കുകയും ചെയ്യല്ലേ. നിങ്ങൾ ഇങ്ങനത്തെ ആഹാരം ഒന്നും കഴിക്കത്തില്ല? ഞാൻ ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഞാൻ ഒള്ളി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ കൃഷിയുണ്ട്. കൃഷിയുണ്ട്. കപ്പ, ചക്ക, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ വിഭവസമൃദ്ധമായി ഈ സംഭവങ്ങളൊക്കെ ഞാൻ കഴിക്കാറില്ല. നാടൻ ഭക്ഷണം. പിന്നെ വീട്ടിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു ചക്ക കറി, ഒരു ചക്ക തോരൻ, നല്ലതാ. രാത്രി ഒരു ചക്കക്കുരു അവിയലും, അങ്ങനെ എന്തെങ്കിലും ഐറ്റം. പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ചറപറ വിളിയാണ്.
കാരണം പിള്ളേരെല്ലാം വിദേശത്തല്ലേ, എന്റെ മക്കളെല്ലാം വിദേശത്തല്ലേ, അവര് വിളിക്കും. ഓ അങ്ങനെ. അവരുടെ വെളുക്ക ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഒറ്റയ്ക്കാണെന്നുള്ളൊരു ബോധം നമുക്ക് തോന്നൂല. അതെ അതെ അതെ. ചക്ക വേണോ കൊണ്ടുവരാൻ? വേണ്ട വേണ്ട, നമ്മൾ രണ്ടുപേരുണ്ടല്ലോ, നമ്മൾ മിണ്ടിയും പറഞ്ഞു തന്നാളാ. നമുക്ക് വേണ്ട. കൈമളേട്ടൻ വീട്ടിൽ ഒറ്റക്കാണെന്നല്ലേ പറഞ്ഞ? ഒരു തീപ്പെട്ടി എടുത്തുണ്ടോ? എന്തേ? കൊതുവിന്റെ ശല്യം കൂടിയിട്ടുണ്ട്. അയ്യേ, ഇവിടുന്നാ കരയുന്നത്. എന്ത് ചോദ്യോട് ചോദിക്കുന്നത്? വീട്ടിലൊരാൾ കയറി ഒറ്റയ്ക്കാണോ എങ്ങനെയൊക്കെയാണോ ചോദിക്കാറ്? ഇതാണ് കുഴപ്പം. ഇതാണ്. സോറി കേട്ടോ, അവൾ അറിയാതെ ചോദിച്ചേ, സങ്കടം വന്നല്ലേ? പിന്നെ എന്തിനാ കരയുന്നേ? ഇവിടെ എന്തൊരു പറയണമെന്ന് അറിയാൻ വയ്യാതെ അതങ്ങ് ഫില്ല് ചെയ്ത് വിട്ടേണ്. കള്ളച്ചൊറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ. എന്നെ അങ്ങനെ നീ കുറ്റം പറയാൻ ചെയ്യല്ലേ. എന്ത്? ഞാനേ ഈ കാണുന്നതൊക്കെ ഒന്നുമില്ലാതെ ഉണ്ടാക്കിയാണ് അറിയാം. ബാക്കിയുള്ളവരൊക്കെ പാന്റും സൂട്ട് വിട്ട് ചൂട്ടും കത്തിച്ചോണ്ടല്ലേ വന്നു. അതല്ലെന്ന്. പിന്നെ ഞാൻ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം, ഈ വീടും കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഒപ്പിച്ചെടുത്തല്ലേ. 25 വാടക വീടുണ്ട് എനിക്ക്. 25 വാടക വീടുണ്ടോ? അപ്പൊ സ്വന്തം വീട്? സ്വന്തം വീട്ടിൽ ഞാൻ പോവാറില്ല. 25 വീടുകൾ കിടക്കല്ലേ. ഏതെങ്കിലും വീട്ടിൽ കയറുന്ന ഞം കിട്ടുകയും ചെയ്യും, വാടകയും കിട്ടും. പിന്നെ ചുമ്മാതല്ല, ഞാനും ചേട്ടനും കൂടി ഇന്നലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൈമളേട്ടനെ കണ്ടില്ലല്ലേ? ഇവിടെ ഇന്നലെ ഞാൻ പോയ വേറെ എവിടെ അല്ലടാ. എനിക്ക് വീട്ടിൽ ഒരു കോഴിയെ കിട്ടിയട്ടെ. ബ്ലോക്കിൽ നിന്ന് ഒരു കോഴിയെ കിട്ടി. അത് മുട്ട ഇടുന്നില്ല. അതിനെ കൊണ്ട് നേരെ ആശുപത്രി പോയി. ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു 250 ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മുട്ട കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അങ്ങ് എടുത്ത്. ഡോക്ടർ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഞാൻ ആ ഇഞ്ചക്ഷൻ എടുത്ത് കോഴിക്ക് ചടപടാന്ന് പറഞ്ഞു ഒരു 25 ഇഞ്ചക്ഷൻ അങ്ങ് എടുത്തു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കോഴിനെ അങ്ങോട്ട് വെച്ച് ഈ പിന്നെ സിനിമയ്ക്കകത്ത് മോഹൻലാൽ AK-47 എടുത്ത് വെടിവെക്കുമ്പോൾ പടപടപടപടാന്ന് പറഞ്ഞല്ലേ 25 മുട്ട അങ്ങോട്ട് വീണത്. ലാസ്റ്റ് മുട്ടയ്ക്കകത്ത് എഴുതി വെച്ചേക്കണം, എന്തോന്ന്, ഇതാരും അനുകരിക്കരുതേ. സമ്മതിക്കണം കേട്ടാ. കോഴീനെ വഴിയിലല്ല നിങ്ങളെ. ഈ കറണ്ട് ബില്ല് കഴിഞ്ഞ മാസത്തെ തരാനുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് ബില്ല് എനിക്ക് തരണം മക്കളെ. ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ടാണ് അടച്ചത്. 2 മാസം തന്നില്ലെങ്കിൽ വിഷയമാവും. അതുകൊണ്ടാണ് പറയണം. ഇപ്പൊ തന്നെ കൊടുക്കും. എന്റെ ലോക്കൊന്ന് മാറ്റടി. അതെന്റെ ഫോണല്ലേ, നിങ്ങളുടെ ഫോണിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്നുള്ള സംഭവം പൊളിയുണ്ട്. ലോക്ക് പറ അങ്ങോട്ട്. 10-15 എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമല്ലേ. ഇട്ടിട്ടുണ്ടേ ഇട്ടിട്ടുണ്ട്. ടക്ണിങ് വന്നില്ല. എന്റെ ടിങ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് ടിങ് ആക്കിക്കോളാം കേട്ടോ. മുട്ടുവയ്യ, ഭയങ്കര വേദന. അയ്യോ ഭയങ്കര വേദന ഏട്ടാ. ഇവിടെ ഈ ഭാഗത്ത് നടന്നാണെന്ന് തോന്നുന്നു. മോളെ ഒന്ന് തടവി തരണേ. മോള് തടവി തന്നാ മതി, കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് തടവി. സുഖമെന്നറിയാവോ, നമ്മൾ ഒരുപാട് കിടന്ന് നടക്കണേ ഇല്ലേ മക്കളെ. അങ്ങനെ 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 തടവി. അയ്യോ അയ്യോ വേദന പഠിച്ച. നീ ഇവിടെ വന്ന നീ എന്റെ ചിരട്ട പൊട്ടിക്കാൻ വന്ന മാറിയില്ല അങ്ങോട്ട്. ഞാൻ കൊച്ചിൻ്റെ അടുത്ത് തടാൻ പറഞ്ഞു. ഫീൽ ചെയ്തടാ? ഇല്ലില്ല മക്കളെടാ. പിന്നെ നീ പിന്നെ ഒരാള് മാത്രമേ ഉള്ളാടാ? ഇല്ലില്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഞാനും എന്റെ ചേട്ടനും. ചേട്ടാ എവിടെ? ചേട്ടൻ കോഴിക്കോട് നിന്ന് പണിയുന്നു. അതെന്ത് വയ്യേ? എന്താ അതിനപ്പോ മരുന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാ. ഇരുന്ന് പണിയാനുള്ള സെറ്റപ്പ് മരുന്നുണ്ട് നമ്മൾ. അതല്ലാന്നേ, പിന്നെ നമ്മൾ ഈ താമസിച്ചൊക്കെ പണി ചെയ്യുമല്ലോ. താമസം എല്ലായിടത്തും അങ്ങനെ എന്നടാ. ഇപ്പൊ പണ്ടൊക്കെ 7 മണിക്ക് പണിക്കിറങ്ങുമായിരുന്നു. ഇപ്പൊ 10 മണിയായാലും പണിക്കിറങ്ങൂല, താമസിച്ചേ ഇറങ്ങത്തുള്ളൂ. അയ്യോ അതല്ല ഞാൻ പറഞ്ഞത്. തങ്ങിപ്പണി ഉണ്ടല്ലോ, തങ്ങിപ്പണി കിടന്നൊക്കെ പണി ചെയ്യല്ലോ. വർഷാപ്പില്ല അതിന്റെ അടിയിൽ വണ്ടിന്റെ അടിയിൽ കിടന്ന് പണിയണ. ഞാൻ ഇനി ഒരു സത്യം പറഞ്ഞോട്ടെ. എന്താണ് പറ? എനിക്ക് അങ്ങനെ ഒരു ചേട്ട ഇല്ല. ഞാൻ എന്റെ ഒരു അമ്മയ്ക്കും അച്ഛനും ഒറ്റ മോനാണ്. അപ്പൊ നീ പറഞ്ഞ നേരത്തെ ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അവനൊന്ന് ഇരിക്കാനോ കിടക്കാനോ നിൽക്കാനോ നിങ്ങൾ സമ്മതിക്കണ്ടില്ലേ? എന്താണ് നീ എന്നിട്ട് കുറെ നേരം കണ്ട് കളിയാക്കണ നീട്ട്? പിന്നെ മക്കളെ ആ വാടക ചീട്ട് നമുക്കൊന്ന് എഴുതണം കേട്ടോ. അത് പുതുക്കണം. വാടക ചീട്ട് ഞാൻ ഒപ്പിട്ടില്ല. നമ്മള് ആരും ഒപ്പിടാൻ പറഞ്ഞു. മോൾ ഒപ്പിട്ടാ മതി. നീ ഒപ്പിടാൻ മാറില്ല അങ്ങോട്ട്. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഒപ്പിടാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ഷുഗറിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് എന്റെ കൈ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് എനിക്ക് ഒപ്പിട്ട് ഒന്ന് റെഡിയാക്കി തരണേ മോളെ. അയ്യോ വയ്യാത്തോണ്ടാണ് സാധനം എന്തായിരിക്കണം മകളെ. ഏതാണ്ട ഇതിനകത്ത് ഒന്ന് ഒപ്പിടണം. എന്റെ ഒപ്പിടുന്ന കാര്യം ഭയങ്കര പാടാണ് എനിക്ക് കേട്ടാ. എന്റെ കയ്യിലോട്ട് പിടിച്ച് എനിക്ക് ഒപ്പിട്ട് തന്നാ മതി. എനിക്ക് എന്റെ ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്റെ കൈ നിൽക്കൂല. അതുകൊണ്ടാണ് വലിയ സംഭവം. ഇത് നമ്മൾ ഒപ്പിട്ടുള്ള പേപ്പർ നമ്മൾ പിന്നെ ഒപ്പിട്ടാൽ മതി. പുള്ളിക്ക് ഇപ്പൊ ഒന്ന് സഹായിക്കാനാ പറയുന്നത്. എന്നെ ഒന്ന് സഹായിക്കണം. പിടിച്ചോ പിടിച്ച് അങ്ങനെ അവിടെ തന്നെ. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. നല്ലപോലെ നമുക്ക് ഒപ്പിട്ട് കഴിഞ്ഞു. നീ ഇവിടെ നേരി ഒപ്പ് വലിയ നീളമുള്ള പേര്. അവളേല് പകുതി നിന്നുള്ളൂ, ബാക്കി ഞാനും കൂടെ ഇട്ട്. എന്റെ ഒപ്പ് തെറ്റിക്കാനായിട്ട് വന്നേടാ നീ. നീയാണ് ഒപ്പിടാനുള്ള. ഞാൻ കൊച്ചിനെ കൊണ്ടല്ലേ ഒപ്പിടാൻ പറ്റും. നീ ഉടനെ ഒപ്പിട്ടാൻ വേണം. ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഈ അപ്പാപ്പറ്റ് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എഴുതി അങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധനമല്ലേ? കൈമളേട്ടാ,
കൈമളേട്ടന്റെ ആ ജംഗ്ഷനിലുള്ള വീടില്ലേ ഓ. ആമിനത്താത്ത താമസിക്കണ അവിടെ ടാങ്കിൽ വെള്ളം കയറുള്ള വേഗം ഒന്ന് അങ്ങോട്ട് ചെല്ലു. ഇക്കാക്ക അവിടെ ഇല്ലാന്ന് ഒറ്റക്കാന്നേ. ഞാൻ ചെല്ലുമ്പോ വല്ല പ്ലംബർകാരന്മാരെ ആരെങ്കിലും വന്ന് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റൂല. ഞാൻ പോയിട്ട് രംഗട്ടാ മക്കളെ വന്നിട്ട് ഒപ്പിടാൻ ഒപ്പിടാട്ടാ, ശരി മക്കളെ. ഒപ്പിടാട്ടാ. ആ. കള്ളക്കളവൻ കള്ള നമ്പരും കൊണ്ട് ഇറങ്ങിയിരിക്കേ. പോയാ നിനക്ക് ഇയാള്- ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ഉടനെ ചെന്നങ്ങ് ചേർന്നിരുന്ന് കാല് തടവുക. ഒപ്പിടുക. ആര്? ഞാൻ കൈകൊണ്ട് സംസാരിക്കല, ഞാൻ മണ്ടയടിച്ച് ആരോട് പറഞ്ഞു എന്റെ ഫോണിൽ നിന്ന് കാശെടുത്തിട്ട് തന്റെ ഫോണിലേക്ക് അയക്കാനായിട്ട്? അപ്പൊ എന്റെ പോക്കറ്റിൽ കിടന്ന പൈസ ആളെ കാണുമ്പോ എടുത്ത് വാടക കൊടുക്കാൻ നിന്നെ താമസിച്ചാ മാത്രം പോരാ, വാടക കൊടുക്കണോടോ. വാടക കൊടുക്കാൻ ഷെയറാണെന്ന് പറഞ്ഞാൽ ഷെയർ ചേട്ടാ ചക്കരെ എന്ത് പൊന്നെ, നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോയാലോ? ഏത് സിനിമ? പ്രചോദേട്ടാ, ദീപ്തി, എന്തോ ദീപു, സജി, ഓ പെർഫോമൻസ് ബേസിൽ ഓക്കെയാണ്. പക്ഷെ എനിക്ക് കൗണ്ടറുകൾ കുറവുള്ള പോലെ തോന്നുന്നു. അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണോ എന്തോ ഒരു കുറച്ച് കൗണ്ടറുകൾ കുറവുള്ള പോലെ തോന്നി എനിക്ക്. കുറേ സാധനങ്ങൾ ഫില്ല് ചെയ്ത് പോകാൻ പറ്റിയ ഒരു നല്ല സ്കിറ്റ് ആയിരുന്നു. ദീപു വന്നതിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ചു ഇനി വേറെ എന്തെങ്കിലും ഒരു പരിപാടിയിലേക്ക് വരും. പക്ഷേ ഒരു എന്താ പറയുന്നത്, മൊത്തത്തിലൊരു സ്ലോ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അടുത്തതിൽ നന്നാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ചേട്ടാ, ദീപു, സജി, ദീപ്തി, നല്ല ഒരു കണ്ടന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു ചിത്രം ലെവലൊക്കെ പോകാൻ പറ്റിയൊരു സാധനമായിരുന്നു. കാരണം അപ്പച്ചൻ വരുമ്പോൾ അല്ലേ, അച്ഛൻ വരുമ്പോൾ നമ്മൾ സൗമ്യമാവുക, അല്ലെങ്കിൽ രണ്ടും രണ്ടാവുക. ഇതിനകത്തുള്ള തമാശകളാണ് ഇത്തിരി കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. പ്രചോദ് പറഞ്ഞു തന്നെ പെർഫോമൻസ് ലെവലിൽ നല്ല മൂന്നുപേരും നല്ല കിഡിലിനായിരുന്നു. പക്ഷേ ഈ കൗണ്ടറുകളുടെ കുറവ് എനിക്കും തോന്നിയിരുന്നു, നന്നായിട്ട് തോന്നിയിരുന്നു. ആധികാരികമായിട്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അത് കൗണ്ടർ ചേർത്തെങ്കിൽ ഈ പറഞ്ഞിട്ട് വലിയൊരു സ്കിറ്റായിട്ട് മാറി തന്നെ. ദീപ്തി നന്നായിരുന്നു കേട്ടോ. നിങ്ങളുടെ അങ്ങോട്ട് തമ്മിലുള്ള സ്നേഹം ഉള്ളത് അപ്പച്ചൻ വരുമ്പോഴാണ്. അത് രണ്ടും നല്ല രസമുണ്ടായിരുന്നു, നല്ല തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒക്കെ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നസീർക്ക, അതൊക്കെ തന്നെയാണ്. കണ്ടന്റ് നല്ലതാണ്. കണ്ടന്റിന് ഒപ്പിച്ചിട്ടുള്ള ബാലൻസ് സാധനങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ക്ഷാമമാണത്. അത് നല്ല രീതിയിൽ എടുത്തിരുന്നെങ്കിൽ വേണമെങ്കിൽ നല്ല രീതിയിൽ കളിക്കാമായിരുന്നു. ഈ പുള്ളി 25 വീടുകളുണ്ടായി. 25 വീടുകളിൽ വാടക വാങ്ങിച്ച് അവിടെ നിന്ന് ആഹാരം കഴിച്ച് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഈ പുള്ളിയുടെ വീട്ടിൽ കയറാനുള്ള സമയം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷേ അതിനുള്ള ആ റണ്ണിങ്ങിനനുസരിച്ചുള്ള കൗണ്ടറുകളും കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിരുന്നത് കറക്റ്റായിട്ട് ഈ സാധനം നല്ല വെടിയും പുകയായിട്ട് നിന്നേനെ. നിങ്ങളുടെ ആ സ്ട്രഗിളിങ് അല്ലാതെ ബാക്കി ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ആയുർവേദമായി പോവുക. അവിടെയാണ് ഇംഗ്ലീഷ് മെഡിസിൻ വരുന്നത്, ആ സ്ട്രഗിളിങ്ങിൻ്റെ ഭാഗം. ബാക്കിയെല്ലാം ആയുർവേദം. സാരമില്ല, നിങ്ങളുടെ കയ്യിൽ മരുന്നുള്ളവരാണ്, അത് നന്നാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആരാണ് ആദ്യം മാർക്ക് തരുന്നത്? ഞാൻ തരാം. ഞാനൊരു 7000 രൂപ. 7000 രൂപ. ഞാനൊരു 6000 രൂപ കൊടുക്കാം. 13,000 രൂപ രണ്ടുപേരുടെ. പ്രചോദനം അയച്ചോ? അപ്പോൾ അതാ പിടിച്ചു മാറ്റം. ടോട്ടൽ എമൗണ്ട് 25,000 രൂപ. അടുത്ത പ്രാവശ്യം ഉഷാറാക്കണം. ഓക്കെ ചോദിച്ചേട്ടാ, കിട്ടി. അപ്പൊ അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് സംഭവബഹുലമായ ഒരുപാട് ചിരികൾ നിറഞ്ഞ, ഒരുപാട് എന്താ പറയുക, തമാശകൾ നിറഞ്ഞ സ്കിറ്റ്, നമ്മുടെ നാട്ടിലെ കോമഡിക്കാർ ചിരി നമ്മൾ അവശരായി കഴിഞ്ഞു. സത്യം. ഇനിയും റീചാർജ് ചെയ്യാനുള്ള സമയമാണ്, നന്നായിട്ട് ഉറങ്ങാനുള്ള സമയമാണ്. എല്ലാവരും വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഉറങ്ങാൻ ഭക്ഷണം കഴിച്ച് ഞാനും പോകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.